അസ്സലാമു അലൈക്കും. ഖുർആന്റെ, ബൈബിളിന്റെ, ഭഗവത്ഗീതയുടെ ഒക്കെ പരിഭാഷയുടെ ഈ ക്ലാസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് യഥാർത്ഥ സത്യം എന്തെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ് തുടങ്ങി വെച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൽ എത്രത്തോളം സൃഷ്ടാവിന്റെ സപ്പോർട്ട് എനിക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. അപ്പൊ എൻ്റെ ക്ലാസ് സ്ഥിരമായി കാണുന്നവർക്കായിരിക്കും അത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുക. അല്ലാത്തവർക്ക് ഒരു പക്ഷെ പരിഹാസത്തിനോ അപവാദത്തിനോ വഴി ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഉള്ളവർ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കാണ്. എന്നെ പരിഹസിച്ചാലും എനിക്കൊരു സങ്കടമില്ല. പക്ഷെ എന്നിലൂടെ സൃഷ്ടാവിനെ പരിഹസിക്കേണ്ട ഒരു അവസ്ഥ വരാൻ പാടില്ല. ഈ ഒരു ക്ലാസ് ഞാൻ തുടങ്ങുന്നതിന്റെ തൊട്ടു മുന്നേ അള്ളാഹുവിനോട് ചോദിച്ചു, ഇത് ഹൈറാണോ ഷെറാണോ, ഇനി ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ അവകാശമുണ്ടോ, ഉണ്ടെങ്കിൽ എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. എനിക്ക് കാണിച്ചു തന്ന സ്വപ്നം ഒരു ഗ്രന്ഥം തുറന്നു വെക്കപ്പെട്ട രീതിയിലാണ്. വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ പോവാന്നുണ്ടെങ്കിൽ അടഞ്ഞ പുസ്തകം എന്നുള്ളത് രഹസ്യം എന്നുള്ളതാണ്, തുറന്ന പുസ്തകം എന്നുള്ളത് പരസ്യം എന്നുള്ളതാണ്, അഥവാ പരസ്യമാക്കാം എന്നുള്ളത്. ഈ ഒരു കാര്യം പരസ്യമാക്കുക എന്നുള്ളത് കാണിച്ചു തന്നു. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കാണിച്ചു തന്നിട്ടുള്ളത്, ഞാൻ ഈ ഒരു ക്ലാസ് ഒക്കെ എടുക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ 9ാം ക്ലാസ് 10ാം ക്ലാസ് ആ ഒരു ഏജിലൊക്കെ വിഗ്രഹാരാധനക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു സ്വപ്നം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സ്വപ്നം കാണുമ്പോൾ ഞങ്ങൾക്കൊരു ഭയങ്കര ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു ഒരുപാട് കാലം. കാരണം ഞാൻ എന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം. പക്ഷെ ഈ ഗ്രന്ഥങ്ങളിൽ നിന്നും ഒരുപാട് അറിവുകൾ പഠിച്ചു എനിക്കത് ബോധ്യമായ ഒരു കാര്യം എന്നുള്ളത്, വിഗ്രഹാരാധനക്കെതിരാണ് അവരുടെ ഗ്രന്ഥങ്ങൾ പറയുന്നതെന്നുള്ള സത്യം സൃഷ്ടാവ് എനിക്ക് മനസ്സിലാക്കി തന്നു. അഥവാ ബൈബിൾ ആവട്ടെ, ഭഗവത്ഗീത ആവട്ടെ, ഖുർആൻ ആവട്ടെ, ഇനി 4 വേദങ്ങൾ തന്നെ ആവട്ടെ, ഇവയിലൊക്കെ പറയുന്ന സൃഷ്ടാവിന്റെ സത്യം എനിക്ക് കാണിച്ചു തന്നു. ഈ ഒരു സത്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എന്തിവിടെ സംഭവിക്കും? വിഗ്രഹാരാധന ഇല്ലാതാവാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ യഥാർത്ഥ ജീവൻ നിലനിർത്തുന്ന സൃഷ്ടാവിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിഗ്രഹത്തെ ആരാധിക്കാൻ പോവില്ല. അതാണ് സത്യം. ഈ ഒരു സത്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ള സൂചനയാണ് എനിക്ക് വർഷങ്ങൾക്ക് മുന്നേ സൃഷ്ടാവ് എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോഴാണ് ആശ്വാസം വന്നത്. ഭഗവത്ഗീത പോലും പറയുന്നത് നമ്മളെ ജീവൻ നിലനിർത്തുന്ന, നമ്മളെ ഹൃദയത്തെ ചലിപ്പിക്കുന്ന സൃഷ്ടാവിനെ ഇഷ്ടപ്പെടാനാണ്. ആ സത്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയാണ് സൃഷ്ടാവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വരെ ഭഗവത്ഗീത പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവ് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാണ് ഭഗവത്ഗീതയിലൂടെ. എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ കാണുന്നവർക്ക് എന്താന്നുള്ളത് എനിക്കറിയില്ല.